الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മറ്റുള്ള ഉമ്മത്തുകളെക്കാൾ ശ്രേഷ്ഠതയും പ്രാധാന്യവും നൽകുന്ന ധാരാളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കാണാൻ സാധിക്കും, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഇത്തരത്തിൽ പരസ്പരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളത് പുരോഗമന ചിന്താഗതിയും വിശിഷ്ട മനോഭാവമുള്ള സമൂഹങ്ങളുടെ അടയാളമായിക്കൊണ്ടാണ് സമൂഹത്തിൽ നാം ഗണിക്കാറുള്ളത്. നാം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല മഹത് വ്യക്തിത്വങ്ങളും തങ്ങളുടെ സഹപാഠികൾക്കും തങ്ങളുടെ അനുചരന്മാർക്കും വ്യത്യസ്ത ഘട്ടങ്ങളിലായിക്കൊണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. കേവലം തുച്ഛമായ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന, കേവലം കുറച്ച് വാക്കുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ വലിയ വലിയ വിപ്ലവങ്ങൾക്കും വലിയ വലിയ മാറ്റങ്ങൾക്കും കാരണമാകാറുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ അനുചരന്മാർക്ക്, തൻ്റെ സഹവാസികൾക്ക് ഇടയ്ക്കിടെ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപദേശം നൽകി വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്വഹാബാക്കളോട് അവരുടെ പൊതുവായ വിഷയങ്ങളിലുള്ള ഉപദേശങ്ങളും ഓരോ ചില സ്വഹാബാക്കളെ ഒറ്റക്കൊറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായിക്കൊണ്ട് ഉപദേശങ്ങൾ നൽകി വരുന്നുണ്ട്. എന്നതുപോലെ തന്നെ ചില സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരാറുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ യാത്രകൾക്കോ മുന്നോടിയായിക്കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ആ സ്വഹാബാക്കൾ പറയും, ഔസിനി യാ റസൂലല്ലാഹ്, പ്രവാചകരെ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയാലും. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരിക്കൽ കൂട്ടമായി നിൽക്കുന്ന സ്വഹാബാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖുദു മിന്നി ഹാദിഹിൽ വസായ ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമുഹുന്ന മൻ യഅമലു ബിഹിന്ന. പ്രവാചകൻ സഹാബാക്കളോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ നൽകാൻ പോകുന്ന ചില ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുവാൻ നിങ്ങളിൽ ആരാണുള്ളത്? എന്തിനാണ് ആ ഉപദേശങ്ങൾ അവൻ സ്വീകരിക്കുന്നത്? ഫയഅമലു ബിഹിന്ന, ആ ഉപദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് അത് അമലാക്കുവാൻ, അത് പകർത്തുവാൻ ആരാണുള്ളത്? ഔ യുഅല്ലിമുഹുന്ന മൻ യഅമലു ബിഹിന്ന, ആ
ഉപദേശങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് അവന് തോന്നുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും ആരാണ് ഉള്ളത് എന്ന പ്രവാചകന്റെ ചോദ്യത്തിന് ഹദീസ് ഉദ്ധരിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉടനെ തന്നെ മറുപടി പറയുകയാണ്, ഫഖാല അന യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ നൽകുന്ന വസിയ്യത്തുകൾ സ്വീകരിക്കുവാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ. അങ്ങനെ അബൂ ഹുറൈറ പറയുകയാണ്, പ്രവാചകൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് വളരെ മർമ്മപ്രധാനമായ 5 ഉപദേശങ്ങൾ എനിക്ക് നൽകുകയുണ്ടായി. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ചോദ്യത്തിലും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയിലും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, മയഖുദു മിന്നി ഹാദിഹിൽ വസായ, എന്നിൽ നിന്ന് ചില ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ ആരാണുള്ളത്? എന്തിനാണ് ആ ഉപദേശങ്ങൾ അവൻ സ്വീകരിക്കുന്നത്? ഫയഅമലു ബിഹിന്ന, അത് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ്. ഒരുപാട് അറിവുകളും ഒരുപാട് ഇൽമുകളും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇന്ന കർമ്മങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് ഒരുപാട് തവണ കേട്ടതും പഠിച്ചതുമായ ധാരാളം കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ അമലുകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചായിരിക്കും അത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഒരുപാട് ഗ്രന്ഥശാലകളിൽ കോടിക്കണക്കിനായിക്കൊണ്ട് അടുക്കി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലല്ല യഥാർത്ഥത്തിലുള്ള അറിവ് ഉള്ളത്, മറിച്ച് ഹൃദയങ്ങളിലാണുള്ളത്. ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ അറിവ് കൊണ്ട് ഉപകാരപ്രദമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ കയ്യിൽ വിരൽത്തുമ്പിൽ വിജ്ഞാന കോടികൾ ലഭിക്കുന്ന മൊബൈൽ ഫോണുകളും മറ്റുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ടും, ഒരുപാട് അറിവുകൾ നേടുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും, മുൻഗാമികളായ ആളുകളെക്കാൾ മുൻപന്തിയിലുള്ളൊരു ദറജയിലെത്താൻ, അവരെക്കാൾ ഉയർന്നൊരു സ്ഥാനത്തെത്തുവാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ മുൻഗാമികളായ ആളുകൾ അവർക്ക് ലഭിച്ച അറിവുകൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഒരു കവി പാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, ലൗ കാന ഫിൽ ഇൽമി ദൂന തുഖാ ശറഫൻ ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. കേവലം അറിവ് നേടുന്നത് കൊണ്ട് മാത്രം ആർക്കെങ്കിലും വല്ല ഷറഫോ വല്ല മാന്യതയോ വല്ല ഉന്നതിയോ ലഭിക്കുന്നുവെങ്കിൽ ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിക്കൊണ്ട് ഇബ്ലീസ് തീരുമായിരുന്നു. കാരണം മലക്കുകളെ പോലും കവച്ചു വെക്കുന്ന രീതിയിലുള്ള അറിവ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇബ്ലീസ്. പക്ഷേ ആ അറിവനുസരിച്ച് വിനയം കാണിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരിയായിക്കൊണ്ട് കഴിഞ്ഞതിന്റെ പേരിൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നീചനും നികൃഷ്ടനുമായി തീരുവാൻ ആ ഇബ്ലീസ് വിധിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ലഭിച്ച അറിവുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവന് സാധിക്കാത്തതായിരുന്നു അതിന്റെ കാരണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ലഭിച്ച അറിവുകൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആ ഇബ്ലീസിന്റെ പാതയിലേക്കാണ് ഞാനും നിങ്ങളും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. 10, 20, 30, 40, 50 വർഷങ്ങളായിക്കൊണ്ട് ഖുതുബകളും ഖുർആൻ ക്ലാസുകളും വിജ്ഞാന വേദികളിലെ വിജ്ഞാന സദസ്സുകളിലും പങ്കെടുക്കുന്ന നാം ആ ലഭിക്കുന്ന കേൾക്കുന്ന അറിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ലഭിക്കുന്ന അറിവുകൾക്കനുസരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് നമുക്ക് ലഭിക്കുന്ന അറിവ്, നമുക്ക് ലഭിക്കുന്ന ഹിദായത്ത് അത് മറ്റുള്ള ആളുകൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ഹിദായത്തിന്റെ മഹത്വം നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ ഒരു തൗഹീദിന്റെ മഹത്വം നാം വിസ്മരിക്കരുത്.
തൗഹീദിന്റെ പടനായകനായിക്കൊണ്ട് ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വജുനുബ്നി വവലിയ അൻ അഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നീ വിഗ്രഹാരാധനയെ തൊട്ട് തടയണമേ, ശിർക്കിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് തൗഹീദിന്റെ പടനായകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ശിർക്ക് കടന്നു വരികയില്ല എന്ന് ആരാണ് ഉറപ്പ് തന്നത്? സഹോദരങ്ങളെ, ആരും ഉറപ്പ് തന്നിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ജീവിതത്തിൽ ശിർക്കിൽ നിന്ന് നീ രക്ഷ നൽകണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്ന് തുടങ്ങി ശിർക്കിൽ നിന്ന് മോചനം ലഭിക്കുന്ന പ്രാർത്ഥനകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നമുക്ക് ലഭിച്ച അറിവുകൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നാം പകർത്തുവാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകന്റെ ചോദ്യം കേട്ടയുടനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേൽത്തുകൊണ്ട്, ഞാനുണ്ട് പ്രവാചകരെ, താങ്കളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ എന്ന് പറഞ്ഞെങ്കിൽ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ ഞാൻ അതിലേക്ക് മുൻപന്തിയിൽ ഉണ്ടാവണമെന്നുള്ള ചിന്തയോടുകൂടി അതിലേക്ക് ആദ്യം കടന്നു വരേണ്ടത് ഞാനായിരിക്കണം എന്നുള്ള ചിന്തയാണ് അവന് വേണ്ടത്. അല്ലാതെ ഒരു വിജ്ഞാനവേദിയോ ഒരു ഖുർആൻ ക്ലാസ്സോ സംഘടിപ്പിക്കപ്പെടുമ്പോൾ 4ഉം 5ഉം 6ഉം ഫോൺ കോളുകളും വാട്സപ്പ് കോളുകളിലൂടെ കഴിഞ്ഞുകൊണ്ടാണ് ഞാനും നിങ്ങളും ആ സദസ്സിലേക്ക് എത്തുന്നത് എങ്കിൽ ആഖിറത്തേക്കാൾ പ്രാധാന്യം ദുനിയാവിന് നമ്മൾ ഓരോരുത്തരും നൽകിയിട്ടുണ്ടോ എന്നുള്ള ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം അതിലേക്ക് ഞാനുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 5 ഉപദേശങ്ങൾ നൽകുകയാണ്. ഉപദേശങ്ങൾ നൽകുമ്പോൾ ചില മാതൃകകൾ, ചില പെരുമാറ്റ ചട്ടങ്ങൾ നാം പാലിക്കണം. നാം ആരെയാണോ ഉപദേശിക്കുന്നത് ആ വ്യക്തിയുടെ മനോഭാവത്തെയും ആ വ്യക്തിയുടെ സാഹചര്യത്തെയും കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ആ വ്യക്തിയോട് സംസാരിക്കേണ്ടത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ മക്കളോട്, ആ മക്കൾ നമസ്കരിക്കാത്ത മക്കളാണെങ്കിൽ, പള്ളിയിൽ വരാത്ത മക്കളാണ് എങ്കിൽ, ഒരു തവണയെങ്കിലും സ്നേഹത്തോടുകൂടി പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട്, ഒന്ന് തോളത്ത് കൈപിടിച്ചുകൊണ്ട് ആ മക്കളോട് ഇസ്ലാമിന്റെ കാര്യങ്ങളെക്കുറിച്ചും പള്ളിയിൽ വരുന്നതിന്റെ മഹത്വങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് പള്ളിയിലേക്ക് ക്ഷണിക്കുവാൻ ഒരു തവണയെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദേഷ്യപ്പെടാതെ ആ മക്കളോടൊന്ന് ഉപദേശിക്കുവാനെന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 5 ഉപദേശങ്ങൾ എണ്ണി പറയുകയാണ്. ഒന്നാമതായിക്കൊണ്ട് ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. അല്ലയോ അബൂ ഹുറൈറ, നീ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിക്കുക, എന്നാൽ തകുൻ അഅബദൻ നാസ്, നിനക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആബിദാകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആബിദാകണമെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറയുന്നത് കാണാൻ സാധിക്കും. അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമാ. ഓരോ രാജാക്കന്മാർക്കും ഓരോ അതിർവരമ്പുകൾ ഉണ്ടാകും. ആ അതിർവരമ്പുകൾ ലംഘിച്ചാൽ ആ രാജാക്കന്മാർ കോപാകുലരാകും. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമു. അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ എന്താണെന്നറിയുമോ? മഹാരിമുഹു, അല്ലാഹു ഹറാമാക്കിയിട്ടുള്ള, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ അതിർവരമ്പുകൾ നാം ലംഘിക്കുന്നുണ്ട് എങ്കിൽ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പല തവണയായിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം, തഖ്വ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കേൾക്കുന്ന ആളുകളാണ് നാം. യഥാർത്ഥത്തിൽ എന്താണ് തഖ്വ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലൈസത്തി തഖ്വ സിയാമൽ ലൈലി വ ഖിയാമൻ നഹാർ, സിയാമൻ നഹാരി വ ഖിയാമൽ ലൈൽ.
വത്തഖ്ലീത ഫീമാ ബൈന ദാലിക. യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും എല്ലാ പകലും നോമ്പ് നോൽക്കുകയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിക്കലർത്തിക്കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിലുള്ള തഖ്വ. വലാകിന്ന തഖ്വ അദാഉ മഫ്തറല്ലാഹ് വതർകു മാ ഹറമല്ലാഹ്. അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുടങ്ങാതെ നിർവഹിക്കുക, അവൻ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോകാതെ സൂക്ഷിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ തഖ്വ. എല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെയൊക്കെ പക്കൽ നിന്നുണ്ടാകണം. ജീവിതത്തിൽ നന്മയുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നന്മകൾ ചെയ്യുന്നത് പോലെ ബോധപൂർവം ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന് ഉത്തരം നൽകിക്കൊണ്ട് കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഒറ്റക്കാകുമ്പോഴും മറ്റുള്ള സന്ദർഭങ്ങളിലും തിന്മക്കുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ബോധപൂർവം ആ തിന്മയിൽ ഞാൻ അകപ്പെടുകയില്ല, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് ഭയമാണ് എന്നുള്ള ചിന്തയോടുകൂടി ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ വസിയ്യത്ത് വറള ബിമാ ഖസ്സമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നീ തൃപ്തിപ്പെടുക, എന്നാൽ നിനക്ക് തകുൻ അഗ്നൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായി തീരുക, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഐശ്വര്യമുള്ള ആളായി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച കാര്യങ്ങളിൽ നാം തൃപ്തരാവണം. മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരു തരുമ്പ് പോലും അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പാടുന്നുണ്ട്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. കിട്ടിയത് കൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് നീയെങ്കിൽ നീ ഈ ലോകം മുഴുവൻ തന്റെ കയ്യിൽ അടക്കി പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ്. കാരണം ആ രാജാവിന് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒരു ഭയവും ഉണ്ടാവില്ല. കാരണം എല്ലാം അവന്റെ കാൽ കീഴിലായിരിക്കും. അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വന്നാലും അവൻ അതിലൊക്കെ സംതൃപ്തനായിക്കൊണ്ട് സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവന് സാധിക്കുമെന്നുള്ളതാണ്. മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. 30 വർഷത്തോളം വാതരോഗം പിടിപെട്ടുകൊണ്ട് കിടപ്പിലായ അദ്ദേഹം പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പോലും തന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കാതെ അത്ര വലിയ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ ജനങ്ങൾ കരയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞപ്പോൾ ആ വ്യക്തിയോട് അദ്ദേഹം പറയുകയാണ്, താങ്കൾ എന്തിനാണ് കരയുന്നത്? എനിക്ക് എന്റെ റബ്ബിനെ ഇഷ്ടമാണ്, എന്റെ റബ്ബിന് എന്നെയും ഇഷ്ടമാണ്. അവനെ ഓർക്കുവാനുള്ള, അവനെ സ്മരിക്കുവാനുള്ള ഒരു നാവും അതിനുള്ള അവസരവും അവൻ എനിക്ക് നൽകിയിട്ടുണ്ട്, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്നാണ്. ഇത്ര വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അള്ളാഹുവിനെ ഓർക്കുവാനുള്ള നാവും അതിനുള്ള അവസരവും തന്റെ ജീവിതത്തിലുള്ളതിനെ ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ട ആളുകളായിരുന്നു സഹാബാക്കൾ. നമ്മുടെ ജീവിതത്തിൽ പരിഭവങ്ങൾ വരുമ്പോൾ അവയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. പരുപരുത്ത പനയോലകളിൽ കിടന്നുകൊണ്ട് തോളിൽ അടയാളം വീണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അലാ ഇന്ന കിസ്റ വ കൈസർ ഫീമാ ഹും ഫീഹി വ അൻത റസൂലുള്ളാഹ്. പ്രവാചകരെ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന കിസ്റയും കൈസറും ഉണ്ടല്ലോ, ആ ആളുകൾ എത്ര അനുഗ്രഹത്തിലും എത്ര ഭൗതികകാരമായ സുഖങ്ങളിലും ആഡംബരത്തിലുമാണ് ജീവിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന താങ്കളോ
താങ്കൾ ഈ ഈത്തപ്പനയോലയിൽ കിടന്നുകൊണ്ട് തോളുകളിൽ അടയാളം വീണുകൊണ്ട് ഒരു സുഖവുമില്ലാതെ ജീവിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടിയുണ്ട്. അമാ തർല അൻ തകൂല ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമറേ, ആ ആളുകൾക്ക്, ആ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് ലഭിക്കുന്നതും താങ്കൾക്ക് പരലോകവും, വിശ്വാസികൾക്ക് പരലോകം ലഭിക്കുന്നതും താങ്കൾക്ക് തൃപ്തമല്ലേ എന്നാണ്. ജീവിതത്തിൽ പരിഭവങ്ങൾ വരുമ്പോൾ എന്താണ് അള്ളാഹു എന്നോട് എപ്പോഴും ഇങ്ങനെ, മറ്റുള്ള ആളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലല്ലോ എന്നാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ പരലോകത്തേക്കാൾ ദുനിയാവിന് നാം പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും സംശയിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ഒരു വസിയത്തായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, എന്നാൽ നിനക്ക് ഒരു മുഅ്മിനാകുവാൻ സാധിക്കും. തന്റെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ പറയുകയുണ്ടായി, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ളനൻതു അന്നഹു സയവരിസുഹു. ജിബ്രീൽ എനിക്ക് അയൽവാസിയുടെ വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അനന്തരാവകാശ സ്വത്തിൽ തന്റെ അയൽവാസിക്ക് ഒരു അവകാശം നൽകേണ്ടി വരും എന്ന് ജിബ്രീൽ പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുമാറ് അത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അയൽവാസിയുടെ വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ അയൽവാസികളോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിൽ, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അയൽവാസികളോട് തെറ്റി നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ അയൽവാസികൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, അവർക്കൊരു കാറ് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ വീടുകൾ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് നീങ്ങിപ്പോകണമെന്നാണോ? ആ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചതിന്റെ പേരിൽ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ചെറുതായിട്ടെങ്കിലും ഒരു വൈമനസ്യം, ഒരു നീരസം, ഒരു വെറുപ്പ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയെക്കുറിച്ച് നാം ഓരോരുത്തരും പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മരിക്കുവാൻ, ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ടുള്ള വളരെ മർമ്മപ്രധാനമായ ഉപദേശങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. നാലാമത്തെ ഒരു വസിയ്യത്തായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നീ നിന്റെ നഫ്സിന്, നിനക്ക് നീ സ്വയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മകൾ നിന്റെ സഹോദരനും ലഭിക്കണമെന്നുള്ള ചിന്തയും ആഗ്രഹവും നിന്റെ മനസ്സിലുണ്ടായാൽ നിനക്കൊരു മുസ്ലിമായി തീരുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി.
തൻ്റെ സ്വന്തത്തിന് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരൻ ലഭിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ്. മഹാന്മാരായ സ്വഹാബാക്കളുടെ ചരിത്രം നമുക്കറിയാം. സ്വന്തം വീടും നാടും വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളായ സ്വഹാബാക്കളും ഇരുകൈയും നീട്ടിക്കൊണ്ട് അവരെ സ്വീകരിച്ച അൻസാറുകളായ സ്വഹാബാക്കളും അവരിൽപ്പെട്ട ആളായിരുന്നു മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. അൻസാരിയായ അദ്ദേഹത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ മുആഖാത്ത് സഹോദര ബന്ധം സ്ഥാപിച്ചപ്പോൾ മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന അദ്ദേഹം തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലിക്കൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിക്കുവാൻ വേണ്ടി നൽകുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പകുതിയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് നൽകുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തിന്റെ പകുതി നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകുവാൻ നമുക്ക് സാധിക്കില്ല എങ്കിലും അവർക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങളിൽ ഒരു വെറുപ്പുമില്ലാതെ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ അവർക്ക് ബറക്കത്ത് ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ വസിയ്യത്തായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ തുക്സിറുൽ ലഹ് ഫഇന്ന കസ്റത്തുൽ ലഹ് തുമീതുൽ ഖൽബ്. നീ ചിരി അധികരിപ്പിക്കരുത്. കാരണം അധികരിച്ച ചിരി അത് ഹൃദയത്തെ മരവിപ്പിക്കുന്നതാണ്, ചിന്തകളെ ജീർണിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗൗരവത്തോടുകൂടി നടന്നുകൊണ്ട് തമാശയും ചിരിയൊന്നും പാടില്ല എന്നല്ല. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ. നീ നന്മകളിൽ നിന്ന് ഒന്നിനെയും നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിയുള്ള മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കുന്നത് പോലും നന്മയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും തമാശകൾ മാത്രം പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ഗൗരവകരമായി സമീപിക്കാത്ത ആളുകളിൽ നാം പെട്ടുപോകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു സുമ്മ വൈലുൽ ലഹു. ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ, അത്തരം ആളുകൾക്കാണ് നാശം, അവർക്കാണ് നാശമെന്ന് പ്രവാചകൻ ആവർത്തിച്ച് 3 തവണ അവർക്കാണ് നാശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളിൽ പെട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളും കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ് ഹത്താ യഊദ അൽ-ലബനു ദർഅ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട്, പരലോക ജീവിതത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്, അവന്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട് കരഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അകിടിൽ നിന്ന് കറന്ന പാൽ തിരിച്ച അകിടിലേക്ക് ചെല്ലുന്നതുവരെ അവനെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റക്കിരുന്നു കൊണ്ട് ചെയ്തു പോയ തിന്മകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് പൊട്ടിക്കരയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ ഈ ഗൗരവകരമായ മർമ്മപ്രധാനമായ ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.